കുറച്ച് സീരീസുകളിലെ സീസൺ 2 അടുപ്പിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അടുപ്പിച്ച് ഇപ്പോൾ തന്നെ ഫിനാലെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒരു ഏകദേശം ഒരേ ടൈമിലായിരുന്നു തീർന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ്, നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൻ്റെ ആ ഒരു യൂണിവേഴ്സിൽ ഉള്ളക്കുന്ന സീരീസ്. ദെൻ നമ്മുടെ ഡെയർ ഡെവിൾ ബോൺ അഗൈൻ്റെ സീസൺ 2, മറ്റേ മൊണാർക്കിൻ്റെയും സീസൺ 2, ഡെയർ ഡെവിളിൻ്റെ സീസൺ 2, ദെൻ നമ്മുടെ പിറ്റിൻ്റെ സീസൺ 2, ദെൻ ബീഫ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതൊരു അണ്ടർ സാധനമാണ്. ഞാൻ അവസാനം പറയാം. അത് കിട്ടില്ല സീസണാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് സീസൺ. എനിക്ക് ഫസ്റ്റ് സീസണേക്കാൾ ഒരുപാട് ഇഷ്ടമായി. അത് ഭയങ്കര അണ്ടർ ആരും കണ്ടിട്ടില്ല, ആരും ഇതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. സോ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സീസൺ 2 അടുപ്പിച്ചിറങ്ങി കംപ്ലീറ്റ് ആയത്. ഇപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ ആണെങ്കിൽ സീസൺ 5 ആണ്. ആ ഒരു ഫിനാലൊക്കെ നമുക്ക് ഈ മാസം തന്നെ വരാതിരിക്കുന്നുണ്ട്. ഒരു നല്ല പോക്കിലേക്കാണ്. പക്ഷേ കുറേ സാധനങ്ങളൊക്കെ ഒരുമാതിരി ഫില്ലർ എപ്പിസോഡ് പോലെ ഒന്നും നടക്കാത്ത പോലെയൊക്കെ കുറേ സാധനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ കഥ ഇങ്ങനെ റണ്ണിങ് ആയി പോകുന്നുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് സീസൺ ഇറങ്ങിയിട്ടുള്ള ഈ സീരീസുകളെല്ലാം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടന്റ് ആയിരുന്നു ഇതൊന്നും ഡെലിവർ ചെയ്ത്. പ്രത്യേകിച്ച് നമ്മുടെ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെ സീസൺ 2 കമ്പയർ ടു ഫസ്റ്റ് സീസൺ കുറേ കൂടി ഗ്രാൻഡിയർ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു പുതിയ മോൺസ്റ്റർ വരുന്നു, അതിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിന് ബാക്ക് സ്റ്റോറി, ആ ഒരു ടൈം ലൈൻ മാറ്റിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പഴയ ടൈം ലൈനും പുതിയതും, അത് രണ്ടും കൂടി മെർജാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേക്കുകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, പ്രശ്നം എന്നല്ല, നമ്മൾ ഈ മറ്റ് മോൺസ്റ്റർ വേഴ്സിലെ മറ്റ് സിനിമകളൊക്കെ ഇപ്പോൾ ആദ്യത്തെ ഗോഡ്സിൽ മുതൽ നമ്മുടെ കോങ്, സ്കൾ ഐലൻഡും അങ്ങനത്തെ മറ്റേ ഗോഡ്സിൽ വേഴ്സസ് കോങ്, ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മറ്റേ പടം, ഇനി വരാനിരിക്കുന്ന പടം, ഇതൊക്കെ നമ്മൾ തിയേറ്ററിലാണ് കാണുന്നത്. സോ ഒരു വലിയ സ്കെയിലിൽ കാണേണ്ട സാധനം എന്നൊരു തോട്ട് ഇത് എപ്പോഴും ഉണ്ട്. ഇത് മൊബൈൽ സ്ക്രീനിലൊന്നും കണ്ടിട്ട് പറ്റില്ല. ഞാനിപ്പോൾ മോണിറ്ററിലൊക്കെ ആയിട്ട് കണ്ടു 32 ഇഞ്ചിൻ്റെ, എന്നിട്ട് അടുത്തിരുന്നിട്ട് പോലും ഒരു എപ്പിക് സാധനം ഉണ്ടല്ലോ, അത് പല സമയത്തും മിസ്സാവുന്നുണ്ട്. ഒരു തിയേറ്ററിൽ കാണേണ്ട സ്റ്റഫ് എന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഈ ഒരു മോൺസ്റ്റേഴ്സിനെ കാണിക്കുന്ന സീക്വൻസുകൾ എല്ലാ എപ്പിസോഡിലും വളരെ ലിമിറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നത് CGയുടെ ബഡ്ജറ്റ് ലിമിറ്റൊന്നും ഇല്ല. ആപ്പിളാണ് കോരിങ്ങനെ എറിയുന്നുണ്ടാവും. പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇപ്പോഴാണ് ഇവർ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ടൈമിലായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്നൊരു ധാരണ അവിടെ വെച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെ പോകുന്നത്. സോ ഹ്യൂമൻ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ സാധനം പോകുന്നത്. പക്ഷേ നമ്മളിതിൽ മെയിനായിട്ട്, ഞാൻ പേഴ്സണലി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് എപ്പോഴാണ് നമ്മുടെ കോങ്ങണ്ണം വരിക, എപ്പോഴാണ് ഗോഡ്സില്ല വരിക എന്നുള്ളൊരു സംഭവങ്ങളാണ്. അതൊക്കെ ഒരു ഗ്ലിംസ് പോലെയൊക്കെയാണ് കാണിച്ചു പോകുന്നത്. പക്ഷേ ചില സീക്വൻസുകളൊക്കെ പ്രോപ്പറായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് ആ ഒരു മോൺസ്റ്റർ വരുന്ന ആ ഒരു ടൈമും ബാക്കി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ആ സീക്വൻസുകൾ ഒരു വലിയ സ്ക്രീനിൽ കാണേണ്ടതാണെന്ന് എപ്പോഴും ഒരു തോട്ട് മൈൻഡിലുണ്ട്. ഒരു ചെറിയ സ്മോൾ സ്ക്രീനിന് പറ്റിയ സാധനമല്ല. പക്ഷേ TV സീരീസാണ്, അവർക്ക് വേറെ നിവൃത്തിയില്ല, ഇങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ ഇതിനെ ഒരു കൺസൈസ് ചെയ്ത് ഈ സാധനത്തിന് വേണമെങ്കിൽ ഒരു വേറെ സ്പിൻ ഓഫ് സിനിമകളായിട്ടൊക്കെ തന്നെ വേണമെങ്കിൽ അവർക്ക് ഇറക്കായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ല, വലിയ വലിപ്പിക്കാതെ അത്യാവശ്യം നീറ്റായിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരുന്നു മൊണാർക്കിൻ്റെ സീസൺ 2. അതിൽ ഇതേപോലെ നമ്മുടെ ഡെയർ ഡെവിൾ ബോൺ അഗൈൻ്റെ സീസൺ 2 ഇതേപോലെ നല്ല എൻഗേജിങ് ആയിട്ട്, കമ്പാരിറ്റീവ്ലി എനിക്ക് ഫസ്റ്റ് സീസണേക്കാളും കുറച്ചും കൂടി ഇഷ്ടമായി. ഫസ്റ്റ് സീസൺ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി ഫസ്റ്റ് സീസൺ ഒരു മിഡ് സാധനമായിരുന്നു. എനിക്ക് വലിയൊരു ഇമ്പ്രസീവായിട്ട് തോന്നിയിരുന്നില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഇനീഷ്യൽ എപ്പിസോഡുകളൊക്കെ എനിക്ക് ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്, പ്രത്യേകിച്ച് അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. സെക്കൻഡ് സീസൺ ഇതുപോലെ തന്നെ ഒരു ഓവർ ദ റൺ നല്ല ക്വാളിറ്റിയുള്ള, ഒരു കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ ബ്ലോക്കുകളൊക്കെ കാണാൻ പറ്റിയ സീസണായിരുന്നു സെക്കൻഡ് സീസൺ ഓഫ് ഡെയർ ഡെവിൾ ബോൺ അഗൈൻ. ദെൻ ഇതേപോലെ തന്നെ ഒരു പിറ്റിൻ്റെ സീസൺ 2 ഐ തിങ്ക് പിറ്റും ഈ പറഞ്ഞ പോലെ അധികം പോപ്പുലർ അല്ല. ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇതൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു ഷോ ആണെന്ന് പറയാം. ഒരു ഹോസ്പിറ്റലിനകത്ത് ഒരു ഡേയിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്കതിൽ കാണിച്ചു തരാം. ഇതിലും അതേപോലെ തന്നെ ആ ഒരു ടൈമിംഗ് വെച്ചിട്ടാണ് ഇവർ പരിപാടി തുടങ്ങുന്നത്. ഇവരുടെ ആ ഒരു ഷിഫ്റ്റ് തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളായിരിക്കും. സോ ഇതിനെ വെച്ചിട്ട് ഇനി വേണമെങ്കിൽ ഒരുപക്ഷെ ഇവർക്കൊരു 8-10 സീസണുകളൊക്കെ ഇനി ഇറക്കാൻ പറ്റും. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഫസ്റ്റ് സീസണും കാണിച്ച സാധനങ്ങൾ റിപ്പീറ്റ് ആവാതെ പല കാര്യങ്ങളും പുതിയതായിട്ട് ഫ്രഷ് ഓൺ ടേക്ക് വെച്ച് ഇവർക്ക് കാണിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീസണേക്കാളും ബെറ്റർ എന്നൊന്നുമല്ല, എനിക്ക് രണ്ടും ഒരേപോലെ തന്നെ ഈക്വലായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിറ്റിൻ്റെ സീസൺ 2 ദെൻ നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയതാണ് ബീഫിൻ്റെ സീസൺ 2. ഈ ബീഫ് ഫസ്റ്റ് സീസൺ തന്നെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു സിമ്പിൾ പ്ലോട്ടാണ്. രണ്ട് പേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ്. മറ്റേ ഫസ്റ്റ് സീസണിൽ ഐ തിങ്ക് ഹോൺ അടിക്കുക അങ്ങനെ എന്തോ ആയിരുന്നു. ജസ്റ്റ് ഒരു ഫ്രണ്ടിലുള്ള ഒരു വണ്ടിയുടെ ബാക്കിലുള്ളൊരു വണ്ടിക്കാരെ ഹോൺ അടിച്ച് അത് വെച്ചിട്ടൊരു തുടങ്ങുന്ന ഈഗോ ആണ് ഒരു സീസൺ ഫുള്ളായിട്ട് കാണിച്ചു തന്നത്. ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഫ് കോഴ്സ്, ഒരു വലിയ ഗോൾഫ് കോഴ്സ്, വലിയ കുറേ സെലിബ്രിറ്റീസൊക്കെ വരുന്ന കളിക്കുന്ന, അത്രയും VIPs വരുന്ന ഒരു ഗോൾഫ് കോർട്ട്, അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും ഒരു ഭാര്യയും ഉണ്ട്. അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമാണ്. സോ അവരുടെ മാരേജിൽ കുറേ വിഷയങ്ങളുണ്ട്. സോ അവരിങ്ങനെ ഒരു ദിവസം രാത്രി അവരിരുന്ന് അടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ വേറെ 2 പേര് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു പെൺകുട്ടിയും വേറൊരു ചെറുപ്പക്കാരനും ഇവരുടെ ഈ വാലറ്റ് മറ്റേ പേഴ്സ് കളഞ്ഞു പോയിട്ട് ഇത് കൊടുക്കാൻ വരും.
ഇത് ഇവർ ഈ സീക്വൻസ് കാണും. അതായത് ഇവർ രണ്ടുപേരും അടി ഉണ്ടാക്കുന്നത് ഇവർ കാണും. അവിടെ മുതലുണ്ടാകുന്ന പ്രശ്നമാണ്. ജസ്റ്റ് ഇവർ ഇത്രയുള്ള സംഭവം പേഴ്സ് കളഞ്ഞു കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഇവർ അടി ഉണ്ടാക്കുന്നത് കണ്ടു. അത് ഇവിടെ നമ്മുടെ നാട്ടിലതൊക്കെ വലിയ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അല്ല, നമ്മൾ കേൾക്കാറുള്ളതാണ്, കാണാറുള്ളതാണ്. പക്ഷേ അവിടെ അതൊക്കെ വലിയ പ്രശ്നമാണ്. സോ അത് വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് മുഴുവനായിട്ട് ഇവർ കൊണ്ടുപോകുന്നത്. സോ ഇവർ പക്ഷേ ചൂഷണം ചെയ്യും, ഇവർ ഇങ്ങനെ ആവും അങ്ങനെ ആവും, ഇതിൻ്റെ ഈഗോ, അവരെ അടിക്കണം, ഇത് അങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള കുറേ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് സീരീസിൽ കാണിച്ചു തരിക. ആൻഡ് ഈ ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറായിട്ട് ചിലപ്പോൾ അഫെയർ ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. സോ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് സീസണേക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓസ്കാർ ഐസക് മുതൽ എല്ലാവരും നല്ല കിടിലൻ പെർഫോമൻസ് ആണ്. അതിൽ ആ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ട്, കിടിലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ്. സോ പെർഫോമൻസ് വൈസ് ഞെട്ടിയൊരു സീരീസാണ്. കാരണം ഇവർ അഭിനയിക്കുകയല്ല, ഇവരിങ്ങനെ ജീവിക്കുക എന്ന് പറയില്ല, ആ രീതിക്കാണ് ഭയങ്കരധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കരധികം നമുക്ക് അവരുടെ പെർഫോമൻസ് കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചിരുത്തി കൊണ്ടുപോകുന്നൊരു സാധനം. അല്ലാതെ വേറെ ഇപ്പോൾ വല്ല സൈഫൈ സാധനമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോഡലൊരു സാധനമൊന്നുമില്ല. ഭയങ്കര ട്രൂ ടു നേച്ചർ, ഭയങ്കര റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ഹ്യൂമൻ നേച്ചേഴ്സും ഹ്യൂമൻ ഇമോഷൻസൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്ന, എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു ലവ് സ്റ്റോറിയോ സാധനങ്ങളൊന്നും അല്ല. ഇത് ഈഗോ ക്ലാഷുകളാണ് ഇതിൽ കാണിച്ചു തരാം. ഭയങ്കര ഒരു ഡാർക്ക് ഹ്യൂമർ മോഡിലാണ് ഈ സാധനം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അധികം ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയാൻ കാരണം. ബീഫ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോക്കുക. പ്രത്യേകിച്ച് സെക്കൻഡ് സീസൺ രണ്ടും ഇപ്പോൾ ഫസ്റ്റ് സീസൺ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേക്കാണ്, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ പോലെയാണ് ഇത് പോകുന്നത്. വേറെ ക്യാരക്ടേഴ്സ് വെച്ച് വേറെ സ്റ്റോറി ലൈൻ, വേറെ കഥ, ഒരു സ്പിൻ ഓഫ് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഈ സാധനം പോവുക. ഇതേ കോൺസെപ്റ്റ് വെച്ച് ഇവർക്ക് ഇനി തേർഡും ഫോർത്തും സീസണുകളൊക്കെ ഇറക്കാൻ പറ്റും. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ആണ്. ഐ തിങ്ക് ഈ വ്യൂവർഷിപ്പ് ഇല്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ അവർ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യും. ഇതിന് ഈ അവസ്ഥ ഉണ്ടാവരുത്. ഐ തിങ്ക് ഇനി വരാൻ പോകുന്ന എമ്മി അവാർഡ്സിലൊക്കെ ഒരുപാട് നോമിനേഷൻസ് അറ്റ്ലീസ്റ്റ് വരാൻ പോകുന്നൊരു സാധനമായിരിക്കും ഈ ബീഫിൻ്റെ സീസൺ 2. അത്ര നല്ല പെർഫോമൻസുകളായിരുന്നു, പ്രത്യേകിച്ച് ഓസ്കാർ ഐസക്കിൻ്റെയൊക്കെ. മൂപ്പര് ഈ മൂൺ നൈറ്റായിട്ട് വന്നിട്ട് പിന്നെ ഡിസ്നിയിലൊന്നും അല്ലെങ്കിൽ മറ്റേ മാർവലിലൊന്നും ഈ പരിസരത്ത് കണ്ടില്ല. എവിടെ പോയോ ഇനിയിപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ, അതും നല്ല ഷോ ആയിരുന്നു. ഐ തിങ്ക് മാർവലിലെ എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് ഷോസിലൊന്നായിരുന്നു മൂൺ നൈറ്റ്. അത് അങ്ങനെ പോയി. ഇനിയിപ്പോൾ അത് വല്ല ഈ പറയുന്ന ഡൂംസ്ഡേയിലോ മറ്റേ സീക്രട്ട് പാർസിലോ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുമെന്ന് അറിയില്ല, നമുക്ക് കണ്ടതിന് അറിയാം. സോ ഓസ്കാർ ഐസക്കിൻ്റെ നല്ല കിടിലും പെർഫോമൻസുള്ള, ഓസ്കാർ ഐസക്ക് മാത്രമല്ല എല്ലാവരും നല്ല കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീസണാണ് ബീഫിൻ്റെ സീസൺ 2. അറ്റ്ലീസ്റ്റ് ഒരു വേറെ സീസണായിട്ട് അല്ലെങ്കിൽ വേറെ സീരീസായിട്ട് തന്നെ അവർക്ക് ഇറക്കായിരുന്നു. ബീഫ് എന്ന് പറയേണ്ടിയിരുന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഈ സീസൺ 2 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ കുറേ പേര് ഇനി ഫസ്റ്റ് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ടാവും. ഇത് ആ മോഡിൽ വെക്കേണ്ട ഒരു സാധനമല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനമാണ്. തീർച്ചയായിട്ടും കണ്ടു. ഐ തിങ്ക് ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ് എനിക്ക് ഈ ഒരു 4 വെച്ച് തന്നെ ദി ബെസ്റ്റ് വാച്ച് എന്ന് തോന്നിയതാണ് ബീഫിൻ്റെ സീസൺ 2. പിറ്റു അതുപോലെ തന്നെ മറ്റു രണ്ടും കൊള്ളാം. അപ്പോൾ ഈ 4 സീരീസുകളിലെ സീസൺ 2 കണ്ടവരുണ്ടെങ്കിൽ ഈ സെക്കൻഡ് സീസണെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ നമുക്ക് ബോയ്സിൻ്റെ ഫിനാലെ വരുന്നുണ്ട്. ഫിനാലെ കൂടി കഴിഞ്ഞിട്ട് ബോയ്സിൻ്റെ ആ ഒരു ഫുൾ സീസണെ പറ്റിയിട്ടുള്ള റിവ്യൂ ആയിട്ട് വരാം. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.